ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ ഹോബിയല്ല ഒരു സംഭവം തുടങ്ങാൻ പോവാണ്. 7 days ആർട്ട് ചലഞ്ച്. ഇതിപ്പോൾ എല്ലാവരും ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ എന്തിനാ ഓർക്കണേ, നമുക്കും തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാനും അങ്ങനെ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ക്വില്ലിംഗ് ആർട്ടാണ്. എന്തായാലും ഞാൻ പരിപാടി തുടങ്ങി. സംഭവം ഇത് ഞാൻ വിചാരിച്ച പോലെയല്ല. ഇതിന് മുമ്പ് ഞാൻ ക്വില്ലിംഗ് ആർട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് സിമ്പിളായിട്ട് ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് അത്ര പണി ഉണ്ടായിരുന്നില്ല. ഇത് സംഭവം ഞാൻ ഞങ്ങളെ സ്കൂളിലുള്ളൊരു സാറിന് വേണ്ടിയിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ആക്കിയതാണ്. അത് ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പും കൊടുക്കണം വിചാരിച്ച് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അതൊക്കെ നാശമായിപ്പോയി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ ചെയ്യല്ലേ, അപ്പോൾ അത് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വർക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയാലും എനിക്ക് അത്ര പറ്റിയില്ല. കാരണം ഇതിന് നല്ല ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞ സാധനം എനിക്കില്ലാത്തത് കൊണ്ടാണ് സംഭവം. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്തു. നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. ഇതിന് കുറേ ടൂൾസൊക്കെ ആവശ്യമുണ്ടെങ്കിലും പിന്നെ ആ പേപ്പർ സ്ട്രാപ്പൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ നമ്മളെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ട്. ഞാൻ A4 കൊണ്ടാട്ടോ ഉണ്ടാക്കിയത്. എൻ്റെ അടുത്ത് കളർ പേപ്പർ ഉണ്ട്, പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ആ സ്ട്രാപ്പ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഒരു A4 ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സ്ട്രാപ്പ് ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അത് കളയണേ, കാരണം നമുക്ക് കുറച്ച് പിഷ്കത്തരം കൂടുതലാണല്ലോ. സോ എന്തിനാ കളയണേ വിചാരിച്ചിട്ട് ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ടാണ് കളർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. ആളെ പേര് ബബിത് എന്നാണ്, ബബ്സർ എന്നാട്ടോ ഞങ്ങൾ വിളിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങാനും ഇത് ചെയ്യാൻ നോക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുക. ഞാൻ കട്ടില്ലാത്തടത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു. പിന്നെ ഞാൻ ചെയ്തപ്പോൾ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ചെയ്തപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒപ്പിച്ചില്ലേ. നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കണ്ടിട്ടൊന്ന് പറയേ. എന്തായാലും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ദെൻ കമൻറ്റ് ചെയ്യുക. ബാക്കി ഞാൻ ഇങ്ങനെ ഡിസൈൻ ചെയ്തതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, ബിക്കോസ് ഇത് വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാത്തത്. ഇത് ഒട്ടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ഗ്ലൂ സ്റ്റിക്കും യൂസ് ചെയ്തിട്ടുണ്ട്, ഫെവിക്കോളും യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെട്ടെന്ന് ഒട്ടുന്ന ടൈപ്പ് എടുക്കണതായിരിക്കും നല്ലത്. ഇങ്ങനെ പേപ്പർ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള, അതായത് നമ്മൾ ഫെവിഗം പോലത്തെ എടുക്കാത്തതായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടൂല.